Hello guys, welcome back to my channel G Sports Official. So, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ബാംഗ്ലൂർ എഫ് സിയും തമ്മിലുള്ള ഫൈനൽ മത്സരത്തിൽ ബാംഗ്ലൂർ എഫ് സി 2-1 എന്ന സ്കോറിൽ വിജയിച്ചിരിക്കുകയാണ്. സോ നമ്മൾക്ക് ഈ മത്സരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം 4-2-3-1 എന്ന ഫോർമേഷനിലായിരുന്നു മോഹൻ ബഗാൻ ഈ മത്സരത്തിന് ഇറങ്ങിയിരുന്നത്. അതുപോലെ തന്നെ 4-3-3 എന്ന ഫോർമേഷനിലാണ് ബാംഗ്ലൂർ എഫ് സി മത്സരത്തിന് ഇറങ്ങിയിരുന്നത്. മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ടീമിന്റെ ഭാഗത്തു നിന്നും മികച്ച കൗണ്ടർ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടിയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഒരു പടി മുന്നിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പ്ലേയേഴ്സ് നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്ത് കളിച്ച് അവരുടെ ബാംഗ്ലൂർ എഫ് സിയുടെ മുന്നേറ്റങ്ങൾ തടഞ്ഞു എന്ന് വേണം പറയാം. കാരണം ബാംഗ്ലൂർ എഫ് സി സൃഷ്ടിച്ചെടുക്കുന്ന പല മുന്നേറ്റങ്ങളും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരങ്ങൾ മധ്യനിരയിൽ നിന്നും തന്നെ അതിന് തടയിടുകയായിരുന്നു. ഇനി കളിയുടെ 35 മിനിറ്റിൽ ബാംഗ്ലൂർ എഫ് സിക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. ബാംഗ്ലൂർ എഫ് സിയുടെ ഓസ്ട്രേലിയൻ താരം എഡ്ഗർ മെൻഡസ് എടുത്ത ഫ്രീ കിക്ക് ദൂരെ പോസ്റ്റിൽ നിന്നും അകലെയാണ് പോയി പതിച്ചത്. പോസ്റ്റിലേക്ക് അടിച്ച ഗോളാവാതെ പോവുകയായിരുന്നു. അതിനുശേഷം ആദ്യ പകുതി അങ്ങനെ അവസാനിക്കുന്നു. രണ്ടാം പകുതിയുടെ 49 മിനിറ്റിലാണ് MBSCയുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ആദ്യ ഗോൾ വരുന്നത്. 49 മിനിറ്റിലാണ് ബാംഗ്ലൂർ എഫ് സിയുടെ ആദ്യ ഗോൾ വരുന്നത്. ബാംഗ്ലൂർ എഫ് സി ലെഫ്റ്റ് വിങ്ങിലൂടെ നടത്തിയ കൗണ്ടർ അറ്റാക്ക് റൈറ്റ് വിങ്ങിലൂടെ നടത്തിയ കൗണ്ടർ അറ്റാക്ക് അത് ക്രോസ് ചെയ്ത അവരുടെ എഡ്ഗർ മെൻഡസ് ഡി ബോക്സിലേക്ക് ക്രോസ് ചെയ്ത എഡ്ഗർ മെൻഡസ് അത് ഡിഫൻസ് ചെയ്യാൻ ശ്രമിച്ചതിനിടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് താരമായ ആൽബർട്ടോ റോഡ്രിഗസിന്റെ കാലിൽ തട്ടി സ്വന്തം വലയിലേക്ക് കയറുകയായിരുന്നു. അങ്ങനെ 1-0 എന്ന സ്കോറിൽ ബാംഗ്ലൂർ എഫ് സി മോഹൻ ബഗാനെതിരെ ലീഡെടുക്കുന്നു. അതിനുശേഷം 72 മിനിറ്റിൽ മോഹൻ ബഗാന്റെ ഒരു കൗണ്ടർ അറ്റാക്ക് അത് തടയാൻ ശ്രമിച്ച ബാംഗ്ലൂർ എഫ് സി താരം ചിങ്ലങ് സനക്ക് ഫൗൾ ചെയ്യേണ്ടി വരുന്നു. അതിനെ തുടർന്ന് ഡി ബോക്സിന്റെ അകത്ത് വെച്ച് ഫൗൾ ചെയ്യേണ്ടി വരുന്നു. അതിനെ തുടർന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് അനുകൂലമായി ഒരു പെനാൽറ്റി റെഫറി വിധിക്കുന്നു. അങ്ങനെ ആ പെനാൽറ്റി എടുത്തിരുന്നത് അവരുടെ ഓസ്ട്രേലിയൻ താരമായ ജെയ്സൺ കമ്മിൻസൺ ആയിരുന്നു. ജെയ്സൺ കമ്മിൻസൺ സുന്ദരമായി തന്നെ അത് ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് 1 ബാംഗ്ലൂർ എഫ് സി 1 എന്ന സ്കോറിലേക്ക് എത്തുന്നു. അങ്ങനെ കളി 1-1 എന്ന സ്കോറിൽ റെഗുലർ ടൈം അവസാനിക്കുന്നു. എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്നു. എക്സ്ട്രാ ടൈമിലും മോഹൻ ബഗാന്റെ ഒരു ആധിപത്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിന്റെ ഭാഗമായി 96 മിനിറ്റിൽ ലഭിച്ച കൗണ്ടർ അറ്റാക്ക് മോഹൻ ബഗാന്റെ ഓസ്ട്രേലിയൻ താരം ജാമി മെക്ലറിൻ ഗോളാക്കി മാറ്റുന്നു. അങ്ങനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് 2 ബാംഗ്ലൂർ എഫ് സി 1 എന്ന സ്കോറിൽ മത്സരം അവസാനിക്കുന്നു. അങ്ങനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മറ്റൊരു കിരീടം കൂടി നേടിയിരിക്കുകയാണ്. ബാംഗ്ലൂർ എഫ് സിക്കെതിരെ 2-1 എന്ന സ്കോറിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവരുടെ സ്വന്തം തട്ടകമായ സോൾട്ട് ലേക്കിൽ വിജയിച്ച് മറ്റൊരു ട്രോഫി കൂടി കരസ്ഥമാക്കിയിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്താണ് ഈ മത്സരത്തെ കുറിച്ച് പറയാനുള്ളതെന്നും അതുപോലെ തന്നെ ഈ വീഡിയോ കുറിച്ചുള്ള കമന്റും താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. സോ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.